ഈച്ചയുടെ സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല. എന്താണ് ഈച്ചയുടെ സ്വഭാവം എന്ന് പറയുന്നത്? മഹത്തുക്കൾ പറഞ്ഞില്ലേ, വലാ തകുൻ കദുബാബി ബിൽ ജുറൂഹി വഖഅ ദൂന സ്രിഹാഹി മിനൽ അഅളാഇ മുസ്തലിമാ. നീ ഒരു ഈച്ചയെ പോലെ ആകരുത് കേട്ടോ. എന്താണ് ഈച്ചയുടെ പ്രത്യേകത എന്ന് പറയുന്നത്? ഒരു മനുഷ്യന്റെ ശരീരത്തിൽ രോഗമില്ലാത്ത എത്രയെത്ര അവയവങ്ങളുണ്ട്, എത്രയെത്ര ഭാഗങ്ങളുണ്ട്. എന്നാൽ ആ ഭാഗങ്ങളിലൊന്നും വന്നിരിക്കാതെ ഒരു മനുഷ്യന്റെ ശരീരത്തിലുള്ള ഏറ്റവും മുറിവുള്ള ഒരു ഭാഗത്ത്, ഏറ്റവും മോശപ്പെട്ട ഒരു ഭാഗത്ത് വന്നിരിക്കുന്ന സ്വഭാവമാണ് ഈച്ചക്കുള്ളത്. അതുകൊണ്ട് മോനെ മോനെ, വലാ തകുൻ കദുബാബ്, ഈച്ചയുടെ സ്വഭാവം നിന്റെ ജീവിതത്തിൽ നീ പകർത്തി വെക്കല്ലേ. ഒരു മനുഷ്യനിൽ എന്തെല്ലാം നല്ല കാര്യങ്ങൾ പറയാനുണ്ടാകും. പക്ഷെ ഒരു മനുഷ്യനിൽ ഒരു വീഴ്ച സംഭവിക്കുന്ന സമയത്ത് ആ നല്ലതെല്ലാം മറന്നുകൊണ്ട് നമ്മൾ ആ മനുഷ്യന്റെ ന്യൂനതയെ പറയുന്നു. വലാ തകുൻ കദുബാബ്, ആ മനുഷ്യനെ കുറിച്ച് ചീത്ത പറയുന്ന ഈച്ചയുടെ സ്വഭാവം ഉണ്ടാവില്ലേ. ഈച്ചയുടെ സ്വഭാവം ഉണ്ടായിക്കൂടാ. നമ്മൾ നമ്മിലേക്കൊന്ന് ചിന്തിച്ചു നോക്കണം. ഒരു മനുഷ്യനിൽ എന്തെല്ലാം നല്ല കാര്യങ്ങൾ ഉണ്ടാകും. ആ മനുഷ്യൻ എല്ലാവരോടും കാണുന്ന സമയത്ത് പുഞ്ചിരിക്കും. ആ മനുഷ്യൻ എല്ലാവരോടും നല്ല രൂപത്തിൽ പെരുമാറും, എല്ലാവരെയും പരിഗണിക്കും. എന്നാൽ ഒരിക്കൽ ആ മനുഷ്യനിൽ നിന്ന് എന്തോ ഒരു തെറ്റ് സംഭവിച്ചു പോയി. ഇനി അങ്ങോട്ടാ നല്ലതിനെയെല്ലാം മറന്നുകൊണ്ട് ആ ന്യൂനതയെ മാത്രം എടുത്തുകൊണ്ട് പറയുന്ന രീതി, അത് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രീതിയല്ല. അത് ചെയ്യാൻ പാടില്ല. കുത്തുവാക്കുകൾ പറയാൻ പാടില്ല. എത്ര ആളുകളാണ് അല്ലാഹ്